ഇതുവരെയുള്ളതൊക്കെ ഓക്കെ ആയില്ലേ? മനസ്സിലാവുന്നുണ്ടോ? ഹലോ, കേൾക്കുന്നില്ലേ? ഹലോ, കേൾക്കുന്നുണ്ട്. ഓക്കേടാ. നമുക്ക് കണ്ടിന്യൂ കേട്ടോ. ഇനിയിപ്പോ പ്രൊഫൈലാക്സിസ് പറഞ്ഞു. അതോടെ നമ്മള് ഇത് കഴിയാറായി അല്ലേ? നോക്കട്ടെ, ഇത് പറഞ്ഞു. അപ്പൊ നമ്മള് പ്രൊഫൈലാക്സിസ് 2 മാർക്കിന് 1 മാർക്കിന് ചോദിച്ചാൽ എഴുതേണ്ടതൊക്കെ ആയി. വാക്സിനെ കുറിച്ചിട്ട് കുറെയൊക്കെ എഴുതാം. അതോടെ അത് കഴിഞ്ഞു. ഇനി നമ്മൾക്കുള്ളത് ഡിഫ്തീരിയോയിഡ് എന്ന് പറഞ്ഞൊരു സാധനമാണ്. അതൊരു ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. അതെന്താന്ന് വെച്ചാൽ നമ്മളെ കോർണിബാക്ടീരിയം ഡിഫ്തീരിയ, അതിന്റെ സ്പീഷീസിലുള്ള ഡിഫ്തീരിയ ഉണ്ടാക്കാത്ത കോർണിബാക്ടീരിയം. ആക്ച്വലി ദേ ആർ നോട്ട് ഡിഫ്തീരിയ. കോർണിബാക്ടീരിയം ഡിഫ്തീരിയ അല്ല, ബട്ട് കോർണിബാക്ടീരിയം ദാറ്റ് വിൽ നോട്ട് കോസ് ഡിഫ്തീരിയ. അപ്പം അവര് അതാണ് ഡിഫ്തീരിയോയിഡ്സ് എന്ന് പറഞ്ഞാൽ. ദേ ആർ നോട്ട് ഒബ്വിയസ്ലി ഡിഫ്തീരിയ ഉണ്ടാക്കുന്നില്ലല്ലോ. അപ്പൊ അവർ അത്ര പെത്തോളജിക് അല്ല. ദാറ്റ് ഇസ് ഫസ്റ്റ് മെയിൻ പോയിന്റ്. ആദ്യം 2-3 പോയിന്റ് അതിനെ കുറിച്ച് എഴുതാനുള്ളൂ. 1 മാർക്കിനൊക്കെ ചോദിക്കുകയാണെങ്കിൽ ദേ ആർ നോട്ട് ആസ് പെത്തോളജിക്കൽ ആസ് കോർണിബാക്ടീരിയം ഡിഫ്തീരിയം. Only in immunocompromised patients they can cause any problems, and they are usually present as normal commensals in throat, skin, conjunctiva. Okay, they don't cause much problems. പിന്നെ അതിന്റെ ഡിഫറൻസ് എന്തൊക്കെയാന്ന് വെച്ചാൽ they stain more uniformly than കോർണിബാക്ടീരിയം ഡിഫ്തീരിയ. ഡിഫ്തീരിയയിൽ ഗ്രാം സ്റ്റെയിനിനെ കുറിച്ച് നമ്മൾ കുറെ പോയിന്റ്സ് പറഞ്ഞല്ലോ. അതിലത്തെ ഒരു പോയിന്റ് ആയിരുന്നു they stain irregularly. പക്ഷെ ഇവിടെയാണെങ്കിൽ they stain more uniformly. That is one point. പിന്നെ they have palisade arrangement. അതായത് പാരലൽ ആയിട്ടാണ് അവർ അറേഞ്ച് ചെയ്യുക. നേരത്തെ ഒരു വി ഷേപ്പ് എന്നൊക്കെ പറഞ്ഞില്ലേ, ഇവിടെ കണ്ടോ? ഇത് നമ്മുടെ ടെക്സ്റ്റിലെ പിക്ചറാണ്. ആക്ച്വലി ഇവിടെ വരവരയായിട്ട് ഇതൊരു 4 ബെസലയാണ്. ഓക്കെ, അത് ഒരുമിച്ച് നിൽക്കുന്നതിനാണ് ഒരു ബ്ലോക്ക് പോലെ കാണുന്നത്. സോ ദേ ആർ അറേഞ്ച്ഡ് പാരലലി. അതിന്റെ വേറെ പേരാണ് പാലിസൈഡ് അറേഞ്ച്മെന്റ്. ദാറ്റ് ഈസ് അടുത്ത പോയിന്റ്, അടുത്ത ഡിഫറൻസ്. പിന്നെ ആബ്സെൻസ് ഓഫ് മെറ്റാക്രോമാറ്റിക് ഗ്രാനൂൾസ്. നമ്മുടെ ആ പോളാർ ഏരിയയിലുള്ള ഗ്രാനൂൾസ് ഇല്ല, എക്സെപ്റ്റ് ഒരു എക്സെപ്ഷൻ ഉണ്ട്, അത്ര ഇമ്പോർട്ടൻ്റ് അല്ല. പിന്നെ ടോക്സിനിസിറ്റി ഓർ വിറുലൻസ് ടെസ്റ്റ് ഇസ് നെഗറ്റീവ്. അവർ അത്ര ടോക്സിൻ ഉണ്ടാക്കുന്നില്ല. വിറുലൻസ് ഇസ് ഓൾസോ നെഗറ്റീവ്. ആൻഡ് ബയോകെമിക്കൽ റിയാക്ഷൻ ക്യാൻ വേരി. ഇറ്റ് ഇസ് മോസ്റ്റ്ലി ഡിഫറെൻറ്റ്. ലൈക്ക് ഫെർമെന്റേഷൻ ഓഫ് സുക്രോസ് ഇസ് പോസിറ്റീവ് ഫോർ നമ്മുടെ ഡിഫ്തീരിയ. പക്ഷെ മോസ്റ്റ് ഓഫ് ദ ഡിഫ്തീരിയോയിഡ്സ് ആകുമ്പോൾ അതുണ്ടാവില്ല. ഓർമ്മിക്കുക, ഡിഫ്തീരി എന്ന് കേട്ടാൽ ഡിഫ്തീരിയെ കുറിച്ച് അങ്ങനെ എഴുതരുത്. ഡിഫ്തീരിയോയിഡ്സ് ആണെങ്കിൽ വേറെ തന്നെ ക്വസ്റ്റൻ കേട്ടോ. ഡിഫ്തീരിയോയിഡ്സ് ഇസ് ദിസ്. ദേ ആർ കോർണിബാക്ടീരിയ ദാറ്റ് ഡു നോട്ട് കോസ് ഡിഫ്തീരിയ. നമ്മൾ ടെക്സ്റ്റിൽ ഇങ്ങനത്തെ ഒരു വലിയ സംഭവം ഉണ്ട്. ഇത് മൊത്തം പഠിക്കണം തോന്നുന്നില്ല, ബിക്കോസ് ഒരു ഷോർട്ട് നോട്ട് ആയിട്ട് 2 മാർക്കിനൊക്കെ ചോദിക്കുള്ളൂ. അപ്പം ഇത്രയും ഡിഫറൻസിയേറ്റിംഗ് പോയിന്റ്സ് എഴുതിയതിന് ശേഷം അതിന്റെ 2-3 എക്സാമ്പിൾ പറയാം. അതിൽ സി ടീനിയസ് എന്ന് പറഞ്ഞൊക്കെ സിമ്പിൾ ആയിട്ടുള്ള സംഭവങ്ങളുണ്ട്. പിന്നെ സി സ്ട്രയേറ്റം, സി പാർവം, അതൊക്കെയാണ് എക്സാമ്പിൾസ് ഓഫ് ഡിഫ്തീരിയോയിഡ്സ്. അപ്പൊ ദാറ്റ് ഇസ് അബൌട്ട് കോർണിബാക്ടീരിയം ഡിഫ്തീരിയ എന്ന് പറഞ്ഞ ചാപ്റ്റർ നമ്മൾ തീർത്തു. ഇനി അതൊരു വേറൊരു ചെറിയ 3 പേജുള്ള ചാപ്റ്റർ ആണ് ബെസിലസ്. 3 പേജാണെങ്കിലും നല്ല ഇമ്പോർട്ടൻ്റ് ആണ്. കുറെ ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. അപ്പൊ ബെസിലസ് എന്താണ്? നമ്മൾ ആന്ത്രാക്സ് ഉണ്ടല്ലോ, എന്താ ബയോടെററിസ്റ്റ് എന്നൊക്കെ കേൾക്കാറില്ലേ? ഇങ്ങനെ പോസ്റ്റിലൊക്കെ ഒരു ലെറ്ററിന്റെ അകത്ത് ഇതിന്റെ സ്പോർ ഉണ്ടാവും. എന്നിട്ട് ഏതോ ഒരു കൺട്രിയിലോട്ടേക്ക് അയച്ചു കൊടുത്തു. എന്നിട്ട് അത് ഓപ്പൺ ചെയ്തപ്പോൾ കുറെ ആൾക്ക് ആന്ത്രാക്സ് വന്ന് മരിച്ചുപോയി. അങ്ങനെ ഒരു ബയോടെററിസ്റ്റിനൊക്കെ ഉപയോഗിക്കുന്ന ഒരു സംഭവമാണിത്. അപ്പൊ കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആണ്. അപ്പൊ എന്തൊക്കെ ക്വസ്റ്റ്യനാ ചോദിക്കുക? കൾച്ചറൽ ക്യാരക്ടറിസ്റ്റിക്, സ്ട്രിങ് റിയാക്ഷൻ, ഇതൊന്നും ഇപ്പൊ മനസ്സിലാവില്ല. പക്ഷെ കണ്ടോ, കൾച്ചർ, റിയാക്ഷൻ, മീഡിയം, റിയാക്ഷൻ ടെസ്റ്റ്, മെയിൻലി ലാബ് ഡയഗ്നോസിസ് ആണ് ഇവിടെ നോക്കേണ്ടത്. പിന്നെ ടൈപ്പ് പെത്തോജനസിസ് ഒക്കെ റയർലി ചോദിച്ചിട്ടുണ്ട്. ആക്ച്വലി ചോദിച്ചിട്ടേ ഇല്ല, എന്നാലും ലുമിനാറിലുണ്ട്. പിന്നെ ബെസിലസ് സീരീസ്, ഇതാണ് ക്വസ്റ്റ്യൻസ് ഇൻ ബെസിലസ്. ഇത് നമ്മളെ മെഡ്യൂസിയാണ്, നമ്മൾ കുറച്ച് കഴിഞ്ഞാൽ കാണും. ഇനി നെക്സ്റ്റ് വൺ. അപ്പൊ ബെസിലസിനെ കുറിച്ച് നമുക്ക് ഡിസ്കസ് ചെയ്യാം. സോ ദേ ആർ ഗ്രാം പോസിറ്റീവ്സ്. നേരത്തെ പറഞ്ഞ അതേ ആളെ പോലെ ഗ്രാം പോസിറ്റീവ് ആണ്, ബെസിലെ ആണ്. നേരത്തെ നമ്മൾ ആറോബിക് ആയിരുന്നു, ഇവിടെയും ആറോബിക് ആണ്. അപ്പം ഇറ്റ് ഇസ് എ ഗ്രാം പോസിറ്റീവ് ബെസിലൈ വിച്ച് ഇസ് ആറോബിക്. അതിന് കീഴിലാണ് നമുക്ക് നമ്മളെ ബെസിലസ് കിട്ടുക. സോ they are of historical importance, okay, because it is the first bacterium to be seen under the microscope. അതൊക്കെ നമ്മൾ കേട്ടിട്ടുള്ളതാണ്. ഇനി നമുക്ക് അതിന്റെ പെത്തോജനസിലൂടെയൊക്കെ പോവാം. അപ്പൊ എന്താണെന്ന് വെച്ചാൽ
ഇത് കുറച്ച് ഓർമ്മിക്കാൻ രസമാണ്, കാരണം കുറച്ച് വെറൈറ്റി ആണ്. ബിക്കോസ് ഇതിനും ടോക്സിൻ ആട്ടോ. ആന്ത്രാക്സ് ടോക്സിൻ എന്ന് പറയാം. ബെസിലസ് ഹാസ് ആന്ത്രാക്സ് ടോക്സിൻ. ആന്ത്രാക്സ് ടോക്സിൻ ഇസ് എ ട്രൈപാർട്ടൈറ്റ് ടോക്സിൻ. ദറ്റ് ഇസ് 3 ഫ്രാഗ്മെന്റ്സ് ഉള്ള ടോക്സിൻ ആണ്. അതിന്റെ 3 ഫ്രാഗ്മെന്റ്സിന്റെ പേരാണ് എഡീമ ഫാക്ടർ, പ്രൊട്ടക്റ്റീവ് ഫാക്ടർ, ലീത്തൽ ഫാക്ടർ. ഈ പേര് പോലെ തന്നെയാണ് ഇതിന്റെ ഫംഗ്ഷൻ. എഡീമ ഫാക്ടർ എന്താണ്? ഇറ്റ് ഈസ് an active fragment and it acts as adenylyl cyclase and increase the host cell cyclic AMP. അങ്ങനെ host cell cyclic AMP കൂട്ടിയാൽ എന്തുണ്ടാകും? കുറേ റിയാക്ഷൻസ് ഉണ്ടാവും. മെയിൻലി എഡീമ ആൻഡ് അതർ മാനിഫെസ്റ്റേഷൻ ഓഫ് ആന്ത്രാക്സ് ഉണ്ടാക്കുന്നത് ഈ എഡീമ ഫാക്ടർ ആണ്. എന്താ ചെയ്യുക? ദേ increase the host cell cyclic AMP. Next one is protective factor. Protective factor is the binding fragment. അതത്ര എന്താ മോശക്കാരൊന്നുമല്ല. ദേ ബൈൻഡ് ടു ദ ഹോസ്റ്റ് സെൽ റിസെപ്റ്റർ. അങ്ങനെ ബൈൻഡിങ് എന്നൊരു ഇതേ ഉള്ളൂ. ഗേറ്റ് ഓപ്പൺ ചെയ്യുന്ന ഒരു പണിയേ അവർക്കുള്ളൂ പ്രൊട്ടക്റ്റീവ് ഫാക്ടറിന്. തേർഡ് വൺ എന്താണ്? ലീത്തൽ ഫാക്ടർ. ഇറ്റ് കോസസ് സെൽ ഡെത്ത്. അതിന്റെ മെക്കാനിസം നമുക്ക് അറിയില്ല, അതുകൊണ്ട് പഠിക്കണ്ട. അങ്ങനെ 3 എണ്ണം ഉള്ളത്. എഡീമ, CAMP, പ്രൊട്ടക്റ്റീവ് ഓപ്പണിംഗ് ഓഫ് ഗേറ്റ് പോലെ ഹോസ്റ്റ് സെൽ റിസെപ്റ്റർ, ലീത്തൽ ഫാക്ടർ, സെൽ ഡെത്ത്. ആൻഡ് ഈ ഫ്രാഗ്മെന്റ്സ് ഇൻഡിവിജ്വലി അല്ല, ബട്ട് ഇൻ കോമ്പിനേഷൻ ആണ് ജനറലൈസ്ഡ് ഷോക്ക് ആൻഡ് എഡീമ ഒക്കെ ഉണ്ടാക്കാം. ദാറ്റ്സ് ഓൾ അബൌട്ട് ദ പത്തോജനസിസ്. ഇനി നമ്മൾക്ക് എങ്ങനെയാണ് നമ്മൾക്ക് ഈ ആന്ത്രാക്സ് നമ്മൾ ഇൻഫെക്റ്റ് ആവാൻ നോക്കാം. സോ ആന്ത്രാക്സ് ഇസ് ആക്ച്വലി സൂണോട്ടിക് ഡിസീസ്. ദാറ്റ് ഈസ് നമ്മൾ ഹെർബിവോറസ് ആയിട്ടുള്ള ഷീപ്പ്, കാറ്റിൽ അവർക്കൊക്കെയാണ് കൂടുതൽ ഉണ്ടാവുക. എന്നിട്ട് അവർ എങ്ങനെയാണ് മനുഷ്യരിലേക്ക് എത്തുന്നതെന്ന് വെച്ചാൽ, സോ വെൻ ദേ ആർ ഇൻഫെക്റ്റഡ് ബൈ ദിസ്, ഇപ്പോൾ ഗ്രാസ് ഒക്കെ കഴിക്കുമ്പോൾ മണ്ണിൽ ആന്ത്രാക്സിന്റെ സ്പോർ ഉണ്ടാവും. അപ്പം ദാറ്റ് വിൽ ഗെറ്റ് ഇൻ ടു ദെയർ സിസ്റ്റം. ആൻഡ് ഇഫ് ദേ ആർ ഗെറ്റിംഗ് ദിസ് ആന്ത്രാക്സ്, ഇറ്റ് ഈസ് ആക്ച്വലി വെരി ഫേറ്റൽ. മോസ്റ്റ് ലൈക്ലി ആനിമൽ മരിക്കും. ആൻഡ് ആ കോഴ്സ് ഓഫ് ദി ഡിസീസിലും അവരുടെ സെക്രീഷൻസ്, അവരുടെ സ്റ്റൂളിൽ, അവരുടെ വോമിറ്റിൽ, അവരുടെ എല്ലാ എന്താ പറയുക ഡിസ്ചാർജസിലൊക്കെ ദർ വിൽ ബി ലാർജ് നമ്പർ ഓഫ് ബെസിലൈ. ആ ബെസിലൈ ഒക്കെ പിന്നെ സ്പോറായിട്ട് സോയിലിൽ ജീവിക്കും. അങ്ങനെ എന്താ ദർ വിൽ ബി ഇൻക്രീസ് ഇൻ ദ എമൗണ്ട് ഓഫ് സ്പോർ. എന്നിട്ട് ഈ സ്പോർ ഇഫ് ദേ ആർ ഇൻ കോൺടാക്ട് വിത്ത് ദ ഹ്യൂമൻസ്, ഇപ്പോൾ ഫാമേഴ്സോ അല്ലെങ്കിൽ അത് ആക്ച്വലി ഇറ്റ് ക്യാൻ സ്പ്രെഡ് ത്രൂ എയർ ഓൾസോ. അങ്ങനെ സ്പോർ എയർ വഴി ട്രാവൽ ചെയ്യാം, അല്ലെങ്കിൽ ഇൻ കോൺടാക്ട്, അങ്ങനെ ഡിഫറെൻറ്റ് രീതിയിൽ ഹ്യൂമൻസിലോട്ടേക്ക് എത്താം. അപ്പം ആനിമൽ ആന്ത്രാക്സിനെ കുറിച്ച് ഞാൻ പറഞ്ഞല്ലോ, അത്രയാണുള്ളത്. ഹ്യൂമൻ ആന്ത്രാക്സ് എന്ന് പറയുമ്പോൾ ഈ സംഭവം ക്യൂട്ടേനസ് മോഡിലൂടെ നമ്മളെ അപ്ഡേറ്റഡ് സ്കിന്നിൽ കയറിലോ എന്തെങ്കിലും പെട്ടെന്ന് കയറും. ആർക്കൊക്കെയാണ് ഈ ആനിമലിനെ എന്താ പറയുക ട്രീറ്റ് ചെയ്യുന്ന, അല്ലെങ്കിൽ ഫാമേഴ്സ്, അല്ലെങ്കിൽ ഒക്യുപേഷണൽ എക്സ്പോഷർ ആണ് മെയിൻ റീസൺ. പിന്നെ ഇൻഹലേഷൻ ഓഫ് സ്പോർ വെരി ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ഇഞ്ചക്ഷൻ ഓഫ് ദി ആനിമലിന്റെ ആ എക്സ്ക്രീറ്റയുടെ ഭാഗം നമ്മളെ ഫുഡിൽ കയറുന്നാൽ അങ്ങനെ ഉണ്ടാകാം. ദാറ്റ് ഇസ് ദ വേ ഇറ്റ് ക്യാൻ ട്രാൻസ്മിറ്റ് ടു അസ്. അത് ട്രാൻസ്മിറ്റ് ചെയ്താൽ എന്താ ഉണ്ടാവുക? ദർ വിൽ ബി ത്രീ ടൈപ്പ് ഓഫ് ക്ലിനിക്കൽ മാനിഫെസ്റ്റേഷൻ: ക്യൂട്ടേനിയസ്, പൾമോണറി, ഇന്റർസ്റ്റീഷ്യൽ. ഇത് കണ്ടല്ലോ, ട്രാൻസ്മിഷൻ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ക്ലിനിക്കലാണ്. ക്യൂട്ടേനിയസ് മോഡിൽ കയറിയാൽ ക്യൂട്ടേനിയസ് ആന്ത്രാക്സ് ഉണ്ടാവും. ഇൻഹലേഷൻ ആണെങ്കിൽ പൾമോണറി ഉണ്ടാവും. ഇഞ്ചക്ഷൻ ആണെങ്കിൽ ഇൻറ്റസ്റ്റൈനിൽ ഉണ്ടാവും. സോ ഇഞ്ചക്ഷൻ ഇസ് ആക്ച്വലി റയർ ബിക്കോസ് ദിസ് ഇസ് എ റയർ ഫിനോമിനൻ. സോ ഇൻറ്റസ്റ്റൈനൽ ആന്ത്രാക്സ് ഓൾസോ റയർ. പക്ഷേ ക്യൂട്ടേനിയസും പൾമോണറിയും കുറച്ച് കോമൺ ആണ്. അത് നമ്മൾ ടേബിൾ വഴി പഠിക്കാം. ടേബിൾ ടെക്സ്റ്റ് ബുക്കിലുള്ളത് ഈസിലി മനസ്സിലാക്കാം. സോ ഇതിന് ഒരു ഇൻട്രസ്റ്റിംഗ് നെയിം ഒക്കെ ഉണ്ട്. സോ ഈ ക്യൂട്ടേനിയസ് ആന്ത്രാക്സ് ഇസ് കോൾഡ് ഹൈഡ് പോട്ടേഴ്സ് ഡിസീസ്. ഹൈഡ് എന്ന് വെച്ചാൽ ആക്ച്വലി മറ്റേ ഹൈഡ് ആൻഡ് സീക്ക് അല്ല. ഈ ഹൈഡ് എന്ന് വെച്ചാൽ ഇതാണ് സ്കിൻ ഓഫ് ദി എന്താ ആനിമൽ ആയിട്ടുള്ള എന്തൊക്കെ സംഭവമാണ് ഹൈഡ്സ് എന്ന് പറയുന്നത്. അതൊക്കെ ക്യാരി ചെയ്യുന്ന വർക്കേഴ്സ് ഉണ്ടല്ലോ, അവരുടെ സ്കിന്നിൽ ദർ വിൽ ബി എക്സ്പോഷർ. ദേ ക്യാൻ ഗെറ്റ് ക്യൂട്ടിനെസ്. അതുകൊണ്ട് ഹൈഡ് പോട്ടർ എന്ന് വെച്ചാൽ ക്യാരി ചെയ്യുന്ന ആൾക്കാർ, ഹൈഡ് പോട്ടേഴ്സ് ഡിസീസ് എന്ന് പറയും. പൾമണറി ആന്ത്രാക്സിനാണെങ്കിൽ വൂൾ സോട്ടേഴ്സ് ഡിസീസ്. കാരണം വൂൾ സോട്ടർ ആകുമ്പം ഷീപ്പിന്റെ വൂളിലൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ സ്പ്രെഡ് ആയിട്ട് അവർക്കൊക്കെയാണ് കോമൺലി ഉണ്ടാവുക, ഇൻഫെക്റ്റഡ് വൂളിന്റെ ഡസ്റ്റ് എത്തിയിട്ട്. പൾമണറി ആന്ത്രാക്സ് ഇസ് കോൾഡ് വൂൾ സോട്ടേഴ്സ് ഡിസീസ്. ക്യൂട്ടേനിയസ് ആകുമ്പോൾ ഹൈഡ് പോട്ടേഴ്സ് ഡിസീസ്. ഇനി ക്യൂട്ടേനിയസ് ഈസി പോയിന്റ്സ് ആണ്. ക്യൂട്ടേനിയസ് ആകുമ്പോൾ ക്യൂട്ടേനിയസ് എക്സ്പോഷർ, പൾമണറി ആകുമ്പോൾ ഇൻഹലേഷൻ. പിന്നെ ഇത് ഇമ്പോർട്ടൻ്റ് ആട്ടോ, ക്യൂട്ടേനിയസിന്റെ മെയിൻ മാനിഫെസ്റ്റേഷൻ ആണ് മാലിഗ്നൻ പസ്റ്റുലെ. എന്താന്ന് വെച്ചാൽ ആദ്യം ഇത് ഇപ്പൊ സ്കിന്നിലോ നെക്കിലോ എവിടെയെങ്കിലും ഒക്കെ ആയിട്ട് ഫസ്റ്റ് ഓഫ് ഓൾ ദേ വിൽ ബിഗിൻ ആസ് എ പാപ്യുലെ, ഒരു സ്വെല്ലിംഗ് അല്ലെങ്കിൽ റെഡനിങ് ആയിട്ട് ഉണ്ടാവും, ഒരു പാപ്യുല ഉണ്ടാവും. ദെൻ ഇറ്റ് വിൽ ബി ചേഞ്ചിങ് ഇൻ ടു എ പെയിൻലെസ് വെസിക്കിൾ, വലുതായിട്ടൊരു വെസിക്കിൾ ആകും. ആൻഡ് ദെൻ ദർ വിൽ ബി നെക്രോസിസ് ഓഫ് ദ ഏരിയ. കോൾ ബ്ലാക്ക് നെക്രോട്ടിക് എഷാർ ഇസ് ഫോംഡ്.
ആദ്യം ഒരു പാപ്യുളി ആയിരുന്നു, പിന്നെ ഒരു വെസിക്കിളായി, പിന്നെ ഒരു നെക്രോസ്റ്റ് എഷാർ, ഇതാണ് സംഭവം ട്ടോ. അങ്ങനെ ആവുന്ന ഒരു ഡെവലപ്മെന്റ് ആണ് ഈ മാലിഗ്നന്റ് പുസ്തുലയിൽ ഉള്ളത്. ഈ എഷാർ എന്ന് പറഞ്ഞ ടേം നമ്മൾ പത്തോളജിയിലൊക്കെ എവിടെയെങ്കിലും കേൾക്കും. അതും ഇവിടെ വരുന്നുണ്ട്. അപ്പം ഇറ്റ് ഈസ് എ മാനിഫെസ്റ്റേഷൻ ഓഫ് ക്യൂട്ടേനിയസ് ആന്ത്രാക്സ്. ഇറ്റ് ഈസ് എ ഇമ്പോർട്ടൻറ്റ് തിങ്. മാലിഗ്നന്റ് പുസ്തുലയിൽ നിന്നൊക്കെ സെപ്പറേറ്റ് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ദ നെയിം ആന്ത്രാക്സ് വിച്ച് മീൻസ് കോൾ കംസ് ഫ്രം ദിസ് ബ്ലാക്ക് കളർ ഓഫ് ദി എഷാർ. ഇങ്ങനെയാണ് ഫസ്റ്റ് ഐഡന്റിഫൈഡ് ബാക്ടീരിയ ഒക്കെ ആണല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് ഈ ആന്ത്രാക്സിന് പേര് വന്നത്, ഈ ക്യൂട്ടേനിയസ് മാനിഫെസ്റ്റേഷൻ കാരണം. ഈവൻ ദോ ദ നെയിം മാലിഗ്നൻ ഉണ്ടെങ്കിലും ഇറ്റ്സ് നോട്ട് മാലിഗ്നൻ, ഇറ്റ്സ് ജസ്റ്റ് എ സ്കിൻ കണ്ടീഷൻ. അപ്പം ദർ വിൽ ബി ബ്ലാക്ക് കളേർഡ് എഷാർ അപ്പിയറൻസ് ആൻഡ് ഈ ഏരിയയിലൊക്കെ എഡീമ ഉണ്ടാവും, നോൺ പിറ്റിംഗ് എഡീമ. പിന്നെ എന്തൊക്കെയാണ്? ഒക്യുപ്പേഷണൽ ഡോഗ് വർക്കേഴ്സ്, ബച്ചർ, ഫാമർ, ആനിമൽ ഏരിയയിലൊക്കെയുള്ള പണിക്കാർക്കാണ് ഈ ക്യൂട്ടേനിയസ് ആന്ത്രാക്സ് ഉണ്ടാവുക. നല്ല 95% ഓഫ് ദി പേഷ്യൻസ് നല്ല കോമൺ ആയിട്ടുള്ളതാണ്. ആൻഡ് ഇറ്റ്സ് സെൽഫ് ലിമിറ്റിംഗ് ആണ്, പ്രശ്നമൊന്നുമില്ല, ബാഡ് റിസൾട്ട് ഒന്നും ഉണ്ടാക്കില്ല, അത്ര പേടിക്കാറില്ല. പക്ഷെ വൂൾസോട്ടസ് ഡിസീസ് ഇസ് ലിറ്റിൽ ഡിഫറെന്റ്. ഇവിടെ ഈ 2 പോയിന്റ് നമ്മൾ പറഞ്ഞു. ഇനി എന്താണ് ഇതിന്റെ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ്? ഹെമറേജിക് ന്യൂമോണിയ, ലങ് ആണല്ലോ. അപ്പോൾ ബ്ലഡ് ദർ വിൽ ബി ബെസിലൈ സ്പ്രെഡ് ബൈ ലിംഫാറ്റിക് ഓർ ബ്ലഡ് ക്യാൻ ലീഡ് ടു ബാക്ടീരീമിയ, ഹെമറേജിക് മെനിഞ്ചൈറ്റിസ് ഒക്കെ. ഇപ്പൊ നമ്മൾ ലങ്സിൽ നിന്ന് എന്താ സിസ്റ്റമിക് മാനിഫെസ്റ്റേഷൻസ് ഉണ്ടാക്കാനുള്ള കഴിവുണ്ട് ഇൻ പൾമണറി ആന്ത്രാക്സ്. സോ ദാറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ്. ലങ്സിൽ മാത്രമല്ല, പൾമണറി എന്നാണ് പേരെങ്കിലും ഇറ്റ് ക്യാൻ കോസ് മെനിഞ്ചൈറ്റിസ് ആൻഡ് ബാക്ടീരീമിയ. ഹോൾ സിസ്റ്റത്തിൽ ബാക്ടീരിയ മൊത്തം നിറഞ്ഞിരിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാവാം ഇൻ പൾമണറി ആന്ത്രാക്സ്. ഇറ്റ് ഇസ് എ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചർ. ഇറ്റ് ക്യാൻ സ്പ്രെഡ് ബൈ ലിംഫാറ്റിക് ഓർ ബ്ലഡ്. ആൻഡ് എന്താണ് നമ്മൾ പറഞ്ഞു, വൂൾ വർക്കേഴ്സിനാണ് ഉണ്ടാവുക. ഇറ്റ് ഈസ് ആക്ച്വലി റയർ ആൻഡ് പ്രോഗ്നോസിസ് ഇസ് ഫാറ്റൽ. ബിക്കോസ് നമ്മൾ പറഞ്ഞല്ലോ, നല്ല ഫേറ്റൽ ആയിട്ടുള്ള മെനിഞ്ചൈറ്റിസ് ഒക്കെ ഉണ്ടാവാം, ഫുൾ ബ്ലഡിൽ ഫുൾ സിസ്റ്റത്തിൽ എത്താം. ആൻഡ് ഇറ്റ് ഇസ് മോസ്റ്റ് കോമൺ ടു കോസ് ബാഡ് റിസൾട്ട്. ഞാൻ പറഞ്ഞല്ലോ, ആക്ച്വലി നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ ഉണ്ട് ആരോ എവിടെയൊക്കെ അയച്ചത്, അങ്ങനെയൊക്കെ ഉണ്ട്. എങ്ങനെയാണ് ബാഡ് റിസൾട്ട് ഉണ്ടായെന്നൊക്കെ ഉണ്ട്. അത് വായിച്ചു നോക്കുമ്പോൾ നോക്കാം. അപ്പൊ അതാണ് പൾമോണറി ആന്ത്രാക്സ്, ക്യൂട്ടേനിയസ് ആന്ത്രാക്സ്. സെപ്പറേറ്റ് ആയിട്ട് ചോദിക്കാറില്ല, ഇതും ജസ്റ്റ് മനസ്സിലാക്കാം. നെക്സ്റ്റ് വൺ ഇസ് ലാബ് ഡയഗ്നോസിസ്. നമ്മൾ ഇമ്പോർട്ടൻറ്റ് പാർട്ടിലെത്തി. ഇതുവരെ മനസ്സിലായിട്ടില്ല, ശ്രദ്ധിച്ചിട്ടില്ല എങ്കിലും ഇവിടുന്ന് നമുക്ക് തുടങ്ങാം. അപ്പൊ ലാബ് ഡയഗ്നോസിസ് ആകുമ്പം സാമ്പിൾ കളക്ഷൻ വേണം. ഇവിടുത്തെ സാമ്പിൾ കളക്ഷൻ കുറേ ടൈപ്പ് ഉണ്ട് കേട്ടോ. അതായത് പസ് ഓർ സ്വാബ് ഫ്രം ദി മെലിഗ്നന്റ് പുസ്റ്റുലെ, നമ്മളെ നേരത്തെ കണ്ട സംഭവം, അല്ലെങ്കിൽ ബ്ലഡ് ഇൻ സെപ്റ്റിസീമിയ ഉണ്ടായ ബ്ലഡ് എടുക്കാം, അല്ലെങ്കിൽ പൾമണറി ആന്ത്രാക്സ് ആണെങ്കിൽ സ്പ്യൂട്ടം, ഹെമറേജിക് മെനിഞ്ചൈറ്റിസ് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ അതുവരെ എത്താന്ന്, അങ്ങനെയാണെങ്കിൽ CSF എടുക്കാം, ഗ്യാസ്ട്രിക് ആസ്പിറേറ്റ്, ഫീക്കസ്, ബ്ലഡ്, ഫുഡ് ഇൻ ദി ഇൻറ്റസ്റ്റൈനൽ ഏരിയ, ഇയർ ലോബ്സ് ഫ്രം ഡെഡ് ആനിമൽസ്. ഇങ്ങനെ കുറേ വേരിയസ് സ്പീഷീസ് സ്പെസിമെൻ ഉണ്ട്. അത് ചിന്തിച്ചിട്ട് എഴുതിയാൽ മതി. ബ്രെയിൻ ആകുമ്പോൾ CSF, ഇങ്ങനെ ബാക്ടീരിയ ബ്ലഡ്, അങ്ങനെ ഓരോന്ന് കുറേ എഴുതാം. നെക്സ്റ്റ് വൺ എന്താണ്? ഡയറക്റ്റ് ഡെമോൺസ്ട്രേഷൻ. അതായത് നമ്മളെ ഗ്രാം സ്റ്റെയിനിങ് ഒക്കെ, അതിൽ കുറച്ച് കൂടുതൽ ഇവിടെ ഉണ്ട് കേട്ടോ. 4 എണ്ണം ഉണ്ട് ഇവിടെ ഡയറക്റ്റ് ഡെമോൺസ്ട്രേഷൻ. ഫസ്റ്റ് വൺ ഇസ് ഗ്രാം സ്റ്റെയിനിങ്. അതാണ് ഈ സാധനം, നല്ല ഡാർക്ക് ബ്ലൂ കളർ ആയിട്ട് കാണുന്നില്ലേ? ഇതെന്താണ്? ഒരു ബാംബു എന്ന് പറയാൻ പറ്റില്ല, ഒരു റെക്ടാംഗുലർ ഷേപ്ഡ് അല്ലേ. സോ വി ക്യാൻ ഇൻ ഗ്രാം സ്റ്റെയിനിങ് വി ക്യാൻ സി ഗ്രാം പോസിറ്റീവ് റെക്ടാംഗുലർ റോഡ്സ്. സ്പോർസ് ആർ നോട്ട് യൂഷ്വലി സീൻ. നമ്മൾ ബോഡിയിൽ എത്തിയാൽ യൂഷ്വലി അതൊരു ബെസിലൈസ് സ്ട്രക്ചർ തന്നെ ആയിരിക്കും. ഇതാണ് ഗ്രാം സ്റ്റെയിനിങ്. നെക്സ്റ്റ് വൺ ഇസ് മെക്ഫേഡിയൻസ് റിയാക്ഷൻ. മെക്ഫേഡിയൻ അതെന്താണെന്ന് വെച്ചാൽ we will be able to see amorphous purple material surrounding the blue bacilli. അതുണ്ട്, ബ്ലൂ ബെസിലൈ ആൻഡ് അമോർഫസ് മെറ്റീരിയൽ കാണാൻ പറ്റും. അത് ഒരു 30 സെക്കൻഡ്സിൽ തന്നെ കാണാൻ പറ്റും. സോ ഇറ്റ് ഈസ് ആക്ച്വലി എ വെരി ഗുഡ് മെത്തേഡ്. സോ ഇവിടെ എന്ത് ഉപയോഗിക്കുന്ന സ്റ്റെയിൻ എന്ന് വെച്ചാൽ ഗർസ് പോളിക്രോം മെത്തിലീൻ ബ്ലൂ. GURR, ഗർസ് പോളിക്രോം മെത്തിലീൻ ബ്ലൂ നമ്മൾ സ്ലൈഡിൽ ഉപയോഗിച്ചാൽ we will get amorphous purple material surrounding blue bacilli. ഇതാണ് മെറ്റീരിയൽ ആൻഡ് ബെസിലൈ. ദാറ്റ് ഇസ് ക്യാരക്ടറിസ്റ്റിക്. ഇതിന്റെ പേരെന്താണ്? മെക്ഫേഡൻസ് റിയാക്ഷൻ. 30 സെക്കൻഡ്സിൽ കിട്ടും. ദിസ് ഇസ് യൂഷ്വലി ആന്ത്രാക്സിന്റെ ആനിമൽസ് ഉണ്ടോ എന്ന് നമുക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ, ഏതെങ്കിലും ആനിമലിനെ അഡോപ്റ്റ് ചെയ്യുക അങ്ങനെ എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ ഈ ടെസ്റ്റ് ചെയ്തിട്ട് നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാം ആന്ത്രാക്സ് എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ എന്ന്. ദാറ്റ് ഇസ് മെക്ഫേഡൻസ് റിയാക്ഷൻ. എന്താണ് ഒന്നുകൂടി പറയാം? അമോർഫസ് പേർപ്പിൾ മെറ്റീരിയൽ സറൗണ്ടിങ് ദ ബ്ലൂ ബെസിലൈ, ഗർസ് പോളിക്രോം, 30 സെക്കൻഡ്സ്, മെക്ഫേഡൻ. നെക്സ്റ്റ് വൺ ഇസ് ഡയറക്റ്റ് ഇമ്മ്യൂണോഫ്ലൂറസെൻസ് ടെസ്റ്റ്. ഇതെന്താണ്? നമ്മുടെ ആന്ത്രാക്സിന്റെ ക്യാപ്സ്യൂളിനെ സ്പെസിഫൈ ചെയ്തിട്ടുള്ള ടെസ്റ്റ് ആണ്. അപ്പൊ ആന്ത്രാക്സിന്റെ ക്യാപ്സ്യൂളിനെ ഐഡന്റിഫൈ ചെയ്യാൻ ഫ്ലൂറസെന്റ് ടാഗ് മോണോക്ലോണൽ ആന്റിബോഡീസ് ഇൻജെക്റ്റഡ്.
എന്നിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇഫ് ആ ക്യാപ്സുലാർ ഉണ്ടെങ്കിൽ ആന്ത്രാക്സ്, ഇഫ് ഇറ്റ്സ് പോസിറ്റീവ് ആന്ത്രാക്സ് ഉണ്ട്. ഇറ്റ് ഈസ് ഡിറ്റക്ടിങ് ദ ക്യാപ്സ്യൂൾ യൂസിങ് ഫ്ലൂറസെന്റ് ടാഗ് ആന്റിബോഡീസ്. ദിസ് ഇസ് യൂസ്ഫുൾ ബയോടെററിസം. ഈ പോയിന്റ് വേണമെന്നില്ല. ക്യാപ്സ്യൂൾ ആണ് ഇവിടെ ഡയറക്റ്റ് ഇമ്മ്യൂണോഫ്ലൂറസെന്റ് ടെസ്റ്റിന് യൂസ് ചെയ്യുന്നത്. വെച്ചാൽ അതിന്റെ ടാർഗറ്റ് ക്യാപ്സ്യൂൾ ആണ്. പിന്നെ എന്താണ് എസ്കോളീസ് തെർമോ പ്രസിപ്പിറ്റേഷൻ. ഇവിടെ തന്നെ നോഡ് വന്നത്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് സെപ്പറേറ്റ് ചോദിക്കാറുള്ള ക്വസ്റ്റ്യൻ ഒക്കെയാണ്. സംഭവം എന്താന്ന് വെച്ചാൽ if we are getting a sample in a putrid form, ഒരു നല്ല സാമ്പിൾ അല്ലെങ്കിൽ putrid form of sample ആണെങ്കിൽ the bacilli won't be viable. അപ്പൊ നമുക്ക് bacilli അങ്ങനെ കിട്ടില്ല, സ്ലൈഡിലൊന്നും കാണില്ല ശരിക്കും ആ ഒരു മോശം ഇതാണെങ്കിൽ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ടോക്സിനെ ഡിപ്പെൻഡ് ചെയ്യണം. ടോക്സിൻ ഉണ്ടോ എന്ന് നോക്കിയിട്ട് നമ്മൾ ഐഡന്റിഫൈ ചെയ്യണം. അതാണ് ഈ ആസ്കോളീസ് തെർമോ പ്രസിപ്പിറ്റേഷൻ ടെസ്റ്റ്. ഇറ്റ് ഇസ് എ റിംഗ് പ്രസിപ്പിറ്റേഷൻ ടെസ്റ്റ് വെൻ ദ സാമ്പിൾ ഇസ് ഇൻ putrid form. ഓക്കെ, എന്താ ചെയ്യാന്ന് വെച്ചാൽ നമ്മൾ ഈ ടിഷ്യൂ സാമ്പിൾ ഉണ്ടല്ലോ, ഫോർ എക്സാമ്പിൾ എന്താ ഇപ്പൊ കിട്ടിയിട്ടുണ്ടാവുക, ഇപ്പൊ സ്പ്യൂട്ടോ അല്ലെങ്കിൽ ഗാസ്ട്രിക് ആസ്പിറേറ്റോ എന്തെങ്കിലും ആണെങ്കിൽ വി വിൽ ഗ്രൗണ്ട് ഇറ്റ്, അതായത് ഒരു അടിച്ചിട്ട് സലൈൻ ആഡ് ചെയ്ത് ബോയിൽ ചെയ്ത് ഫിൽറ്റർ ചെയ്തിട്ട് ഒരു പേസ്റ്റ് പോലെ ആക്കും. ആൻഡ് ദിസ് ഇസ് ടേക്കൺ ഇൻ എ നാരോ കാപ്പിലറി ട്യൂബ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ആന്റിജനിക്, ഈ ആന്റിജനിക് എക്സ്ട്രാക്ട് ഇസ് ലെയർഡ് ഓവർ ദി ആന്ത്രാക്സ് ആന്റിസെറം. അപ്പൊ ആന്ത്രാക്സ് ആന്റിസെറവും നമ്മുടെ ഈ ആന്റിജനിക് എക്സ്ട്രാക്റ്റും കൂടി ഒരുമിച്ചിട്ട് ഒരു നാരോ കാപ്പിലറി ട്യൂബിൽ വെച്ചാൽ അവർ മീറ്റ് ചെയ്യുന്ന ഏരിയയിൽ ദർ വിൽ ബി എ റിംഗ് പ്രസിപ്പിറ്റേഷൻ ടെസ്റ്റ്. നമ്മളെ ബയോകെമിസ്ട്രിയിൽ പണ്ട് ചെയ്ത റിംഗ് പ്രസിപ്പിറ്റേഷൻ ടെസ്റ്റ് ആണ് ഇവിടെയുള്ളത്. സോ ഒന്നും കൂടി പറയാം, ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റൻ ആണ്. ആസ്കോളൈസ് തെർമോ പ്രസിപ്പിറ്റേഷൻ ടെസ്റ്റ്. സോ ഇഫ് ദി സാമ്പിൾ ഇസ് പ്യൂട്രിഡ് ഇൻ ഫോം, ദ ബേസിലെ നമുക്ക് കിട്ടാൻ ബുദ്ധിമുട്ടാണ്, ജസ്റ്റ് കാണാൻ ബുദ്ധിമുട്ടാണ്. സോ വി ഗ്രൗണ്ട് ദം, സെലൈനൊക്കെ ആഡ് ചെയ്തിട്ട് ഹീറ്റ് ചെയ്ത് ഫിൽറ്റർ ചെയ്യും. എന്നിട്ട് ആ ആന്റിജനിക് എക്സ്ട്രാക്റ്റും ആന്റിസെറവും കൂടിയിട്ട് ലെയർ ആക്കിയാൽ അവരുടെ മീറ്റിംഗ് പ്ലേസിൽ ദർ വിൽ ബി എ റിംഗ് പ്രസിപ്പിറ്റേഷൻ. ആൻഡ് ഇഫ് ഇറ്റ്സ് പോസിറ്റീവ് അവിടെ റിംഗ് കാണാൻ പറ്റും. ദെൻ വി വിൽ നോ. അതിൻ്റെ ഒരു പിക്ചർ ഇതാണ്. പിക്ചർ നല്ലൊരു പിക്ചർ ഇല്ല, വേണ്ട. ദാറ്റ് ഈസ് ആസ്കോളൈസ് തെർമോ പ്രസിപ്പിറ്റേഷൻ. അപ്പോൾ തെർമോ പ്രസിപ്പിറ്റേഷൻ. നെക്സ്റ്റ് വൺ ഇസ് കൾച്ചർ. കൾച്ചർ ഉണ്ടോ ഇവിടെ? നമ്മുടെ മെഡ്യൂസ ഇവിടെ വന്നിട്ടുണ്ട്, നമ്മളെ പണ്ട് ഞാൻ പഠിച്ച മെഡ്യൂസ. അപ്പൊ ഇവിടെ കൾച്ചറിൽ ദർ ഇസ് ന്യൂട്രിയന്റ് അഗാർ, ബ്ലഡ് അഗാർ, ജെലാറ്റിൻ അഗാർ, അങ്ങനെ 2-3 കൾച്ചർ ഉണ്ട്. ഫസ്റ്റ് വൺ നമ്മൾ ന്യൂട്രിയന്റ് അഗാർ നോക്കാം. സോ ബസിലസ് ഇസ് ഇൻ എയറോബിക് നോൺ ഫാസ്റ്റിഡിയസ്. അപ്പം ഓർഡിനറി മീഡിയം മതി, ന്യൂട്രിയന്റ് അഗാർ മതി. നേരത്തെ നമ്മൾ ന്യൂട്രിയന്റ് അഗാർ തൊട്ടിട്ടില്ല, കാരണം എന്താണ്, ഫെസ്റ്റിഡേസ് ആണ്, ഡയറക്ട്ലി ബ്ലഡ് അഗാറിൽ നമ്മൾ പോയി. ഇവിടെ നോൺ ഫെസ്റ്റിഡേസ് ആയതുകൊണ്ട് ന്യൂട്രിയന്റ് വെച്ച് തുടങ്ങണം. ആൻഡ് 12 to 45 ഡിഗ്രി സെൽഷ്യസ് ആണ് എൻ്റെ ഇത്. അതൊന്നും വേണ്ട. ന്യൂട്രിയന്റ് അഗാറിൽ എങ്ങനെയാണ്, വി വിൽ ഫൈൻഡ് കോളനീസ് 2 to 3 millimeter in size. കുറച്ച് നല്ല വലിയ കോളനീസ് ആണ്. ഇറഗുലർ റൗണ്ട് ഒപ്പേക്ക് ഗ്രേഷ് വൈറ്റ് അപ്പിയറൻസ് ആണ്. ഇത് ഗ്രേഷ് വൈറ്റിന് നല്ലൊരു പിക്ചർ അല്ല, എന്നാലും ഇങ്ങനെയാണ് കാണാം. ആൻഡ് വി വിൽ സി മെഡ്യൂസ ഹെഡ് അപ്പിയറൻസ്. ഇതല്ല കേട്ടോ ആക്ച്വലി കൾച്ചറിൽ കാണുന്ന ഇതല്ല. കൾച്ചറിൽ നമ്മൾ ഇങ്ങനെ കാണാം, റൗണ്ട് ഒപ്പേക്ക് ആയിട്ടുള്ള ഒരു ഗ്രേഷ് വൈറ്റ് സംഭവം കാണും. പക്ഷെ ഈ കൾച്ചർ എടുത്തിട്ട് നമ്മൾ മൈക്രോസ്കോപ്പിൽ നോക്കാം. മൈക്രോസ്കോപ്പ്, ഹലോ ഹലോ ഹലോ, കേൾക്കുന്നില്ല ഞാൻ പറയണേ? പ്രശ്നമുണ്ടോ ഓഡിയോക്ക്? ഇതാ ഇല്ലെന്ന് തോന്നുന്നു. ഓക്കെ, ഉണ്ടെങ്കിൽ ആരെങ്കിലും പറയട്ടോ. അപ്പോ ഈ ന്യൂട്രിയന്റ് അഗാർ ഉണ്ടാക്കി, ന്യൂട്രിയന്റ് അഗാറിൽ എന്താ ഉള്ളത്, അതിന്റെ പിക്ചർ സോറിയും കിട്ടിയില്ല. ഒരു ഇറഗുലർ ആയിട്ടുള്ള ഗ്രേഷ് വൈറ്റ് സംഭവം കിട്ടും. എന്നിട്ട് നമ്മൾ ഈ ന്യൂട്രിയന്റ് അഗാർ ലോ പവർ മൈക്രോസ്കോപ്പിൽ നോക്കിയാൽ വി വിൽ ഗെറ്റ് ദിസ് തിങ്. ഇതാണ് മെഡ്യൂസ ഹെഡ് അപ്പിയറൻസ്. ഇതാണ് മെഡ്യൂസ കേട്ടോ.